ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം എപ്പോഴും സാധാരണ ഈ മൃതസംസ്കാര ശുശ്രൂഷയ്ക്കൊക്കെ ഞാൻ പറയാറുള്ളത് വളരെ സങ്കടകരമായ ഒരു സമയത്തിന് സാക്ഷ്യം വഹിക്കുന്നു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ വളരെ സന്തോഷകരമായ ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിക്കുന്ന ഒരു സമയത്താണ് നമ്മളെല്ലാവരും. മരണം നമ്മളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ഈ അപ്പച്ചൻ്റെ മരണവും ആ കുടുംബത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം മാനസികമായി സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. മരണവും ഈ മൃതസംസ്കാര ശുശ്രൂഷയും മറ്റു കാര്യങ്ങളൊക്കെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല സാധാരണ ഒരു മരണത്തിൻ്റെ അത്രയൊന്നും സങ്കടം ഇവരുടെ മനസ്സിലില്ല എന്ന്. ഒരു കാര്യം ഉറപ്പാണ്. ആ ഉറപ്പ് എന്ന് പറയുന്നത്, ഈ അപ്പച്ചൻ ജീവിച്ചിരിക്കുന്ന കാലത്ത്, പ്രത്യേകിച്ച് ജീവിതത്തിൻ്റെ ഏറ്റവും അവസാന നാളുകളിൽ എത്ര ആഗ്രഹത്തോടെയാണ്, തീഷ്ണതയോടെയാണ് ഈ ഒരു സമയത്തിന് വേണ്ടി ഒരുങ്ങിയത് എന്നുള്ള കാരണം കൊണ്ടാണ് അവരുടെ സങ്കടം അല്പം കുറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ സാബു ചേട്ടനോട് സംസാരിക്കുമ്പോഴും ഓരോ പ്രാവശ്യവും ഈ ഭവനത്തിൽ വിശുദ്ധ കുർബാന കൊടുക്കാനും രോഗിലേപനം കൊടുക്കാനും ഒക്കെ ആയിട്ട് പലതവണ ഇവിടെ വരുമ്പോഴൊക്കെ ഈ അപ്പച്ചനോട് സംസാരിക്കുമ്പോൾ അപ്പച്ചനും കഴിഞ്ഞ വർഷം മരിച്ചുപോയ അമ്മച്ചിയും ഒക്കെ മരണത്തിന് വേണ്ടിയിട്ട് എത്ര താല്പര്യത്തോടു കൂടിയാണ് ഒരുങ്ങുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് വളരെ ഈ അപ്പച്ചൻ അങ്ങനെ ഏറ്റവും വയ്യാതെയായിരുന്ന സമയങ്ങളിലൊക്കെ ഇതെന്ന് എന്നുള്ള ഒരു ദിവസം അത് നമുക്കറിയാൻ മേലായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം നമ്മൾ പ്രതീക്ഷിച്ചത്. ആ മരണം ഉണ്ടാകുമ്പോൾ ആ മരണത്തിൽ ഒരു വികാരിച്ചൻ എന്ന രീതിയിൽ എന്നെ ഏറ്റവും കൂടുതൽ ആശ്വസിപ്പിക്കുന്ന, സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം, എൻ്റെ ഇടവകയിൽപ്പെട്ട ഇടവകാംഗമായ ഒരു വ്യക്തി എത്ര ഒരുക്കത്തോടെ എല്ലാ കാര്യവും ചിട്ടയായി ക്രമീകരിച്ച് എല്ലാ കാര്യവും എല്ലാവരെയും ഏൽപ്പിച്ച് ഏറ്റവും നിസ്സാരമായ കാര്യങ്ങൾ വരെയും മക്കളെയൊക്കെ ഏൽപ്പിച്ച് ഓരോ ഉത്തരവാദിത്വവും നിർവഹിക്കാനുള്ളതെല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം വളരെ സമാധാനത്തോടുകൂടി, അതും ഇവിടെ വൈകുന്നേരത്തെ കുരിശുവരയുടെ സമയത്ത്, ആ കുരിശുവരയുടെ ആമുഖഗാനം ആലപിക്കുന്ന സമയത്ത് അങ്ങനെ നിത്യസമ്മാനത്തിന് വേണ്ടിയിട്ടുള്ള യാത്ര വളരെ സന്തോഷത്തോടുകൂടി നടത്തി എന്നുള്ളത് നമ്മളെ ക്രിസ്ത്യാനികളെ, കത്തോലിക്കരെ, ദൈവവിശ്വാസികളായ എല്ലാ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അത് ആശ്വസിപ്പിക്കുന്ന, സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇതിൻ്റെ കാരണം നമ്മളൊക്കെ ഇങ്ങനെ ഒരു സമയത്തിന് വേണ്ടി ഒരുങ്ങുന്നത്, നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമെന്നാണ് നമ്മളൊക്കെ കൊച്ചുനാൾ മുതൽ പഠിച്ചിരിക്കുന്നതും എപ്പോഴും പ്രാർത്ഥിക്കുന്നതും, പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന്. കാരണം ഒരുക്കമില്ലാത്ത ഒരു മരണം എന്ന് പറയുന്നത് ഒരു കത്തോലിക്കന്റെ, ക്രിസ്ത്യാനിയുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഈ ഏറ്റവും ഒരുക്കത്തോടുകൂടി നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെടാനായിട്ട് ആ കാലം, ആ സമയം അങ്ങനെ കാത്ത് അങ്ങനെ ഇരിക്കുന്നു എന്ന് പറയുന്നത് വളരെ അനുഗ്രഹീതമാണ്. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ഷാച്ചേട്ടന്റെ വീട്ടിൽ ഒരു മരണമുണ്ടാകുന്ന സമയത്ത്, ഭർത്താങ്കിൽ ഒരു മരണം ഉണ്ടായപ്പോൾ അമ്മച്ചിയെ കുറിച്ച് അന്ന് പറഞ്ഞു കേട്ടത് ഇതാണ്. അമ്മച്ചിയുടെ മകളായുള്ള സിസ്റ്റർ അമ്മച്ചിയോട് പറയണം, അമ്മച്ചി ഇനി പൊക്കോ എന്ന് വളരെ സാവധാനത്തിൽ, സമാധാനത്തിൽ, ഏറ്റവും സമാധാനത്തോടെ ഇരിക്കുമ്പോൾ പറയുമ്പോൾ അങ്ങനെ അമ്മച്ചി മരിച്ചു പോവുകയാണ്. വളരെ അനുഗ്രഹീതമായ കാര്യം. അപ്പോൾ അത് വളരെ ചുരുക്കം മനുഷ്യരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണെന്ന് നമുക്കറിയാം. അപ്പോൾ അതൊരു വലിയ ഭാഗ്യമാണ്. ഭാഗ്യപ്പെട്ട മരണം എന്നൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ഭാഗ്യപ്പെട്ട മരണം വരിച്ച ഒരു പ്രിയ പിതാവിന് ഏറ്റവും അനുഗ്രഹീതമായ രീതിയിൽ നമ്മൾ ഇന്നൊരു യാത്രയപ്പ് നൽകുകയാണ്, അവരുടെ എല്ലാ പ്രിയപ്പെട്ട ആളുകളുടെയും സാന്നിധ്യത്തിൽ. അപ്പം അതുകൊണ്ട് എനിക്ക് തോന്നുക ഇതൊരു ഇന്നൊരു മരണ ദിവസം ഒരു അനുശോചന സന്ദേശത്തിൽ പറയാൻ പറ്റിയ വാക്കാണോ എന്നറിയില്ല. അങ്ങനെയാണെങ്കിൽ പോലും ഞാൻ പറയുകയാണ്, ഇതൊരു മോഡൽ മരണമാണ്. നമ്മളെല്ലാവരും ആഗ്രഹിക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത്, തമ്പുരാനോട് ചോദിക്കേണ്ടത്, ഇതുപോലെ സമാധാനത്തിൽ കടന്നു പോകാനുള്ള സമയത്തിന് ഞങ്ങളെ എല്ലാവരെയും ആത്മീയമായി ഒരുക്കണമെന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. എനിക്ക് തോന്നുന്നില്ല ഇനി എന്തെങ്കിലും ഈ ജീവിതം കൊണ്ട് ഈ ഭൂമിയിൽ ചെയ്ത് അവസാനിപ്പിക്കാനായിട്ട് ബാക്കി വെച്ചിട്ടാണ് ഈ അപ്പച്ചൻ പോകുന്നതെന്ന്. ഒരു കാര്യം പോലും അവസാനിപ്പിക്കാനായിട്ട് ബാക്കിയില്ലാതെയാണ് പോകുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഇവിടുത്തെ കൊച്ചുപുത്രനായ സാവിയോ വളരെ പെട്ടെന്ന് ഒരു ദിവസം അപ്പച്ചൻ കാണണമെന്നൊക്കെ ആഗ്രഹിച്ചപ്പോൾ പുറത്തുനിന്ന് ചെറിയൊരു ലീവിലൊക്കെ ഇവിടെ വന്നു. അപ്പോൾ സാവിയോ പോകുമ്പോൾ സാവിയോ പറഞ്ഞൊരു കാര്യമുണ്ട്, അപ്പച്ചനോട് പറഞ്ഞു, ഞാനിനി
അപ്പച്ചൻ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ആ സമയത്ത് വരാനായിട്ട് എനിക്ക് പറ്റില്ല. അപ്പൊ അപ്പച്ചൻ പറഞ്ഞു, അങ്ങനെ ഒരു സമയത്ത് നീ വരണ്ട, കാരണം നിന്നെ ഈ സമയത്ത് കാണുക എന്ന് പറയുന്നതാണ് എനിക്ക് ഏറ്റവും സന്തോഷകരമായ കാര്യം. അപ്പൊ അതുകൊണ്ട് ഇനിയും അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവിക്കുന്ന സമയത്തേക്ക് നീ വരണ്ട എന്ന് പറഞ്ഞ് നേരത്തെ തന്നെ ഒരാളെ പറഞ്ഞയക്കാനായിട്ടുള്ള അത്രയേറെ ഒരു ആത്മീയ ഉണർവുള്ള ഒരു ജീവിതമായി ഈ ജീവിതം മാറിയിരുന്നു എന്ന് പറയുക. ഈ മരണവിവരം അറിഞ്ഞപ്പോൾ ഞാൻ സാവിയോയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സാവിയോട് സംസാരിച്ചപ്പോൾ സാവിയോ പറയുകയാണ്, എനിക്ക് സങ്കടമൊന്നുമില്ല അച്ഛാ, കാരണം ഇതെല്ലാം പറഞ്ഞ് അതെല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷമാണ് അങ്ങനെ പോന്നത് എന്ന് പറയുക. അപ്പോൾ ഞാൻ സാബു ചേട്ടനോട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറയുകയാണ്, ഈ അപ്പച്ചനിലൂടെ കിട്ടിയിരുന്ന ചില നന്മകളുണ്ട് ഈ കുടുംബത്തേക്ക്, അതെത്ര കാലം തുടർന്നു കൊണ്ടു പോകുക എന്നുള്ളതാണ് നിങ്ങളുടെ വെല്ലുവിളി എന്ന് പറയുകയാണ്. നമ്മളുടെയൊക്കെ മാതാപിതാക്കളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, പ്രായമായ ആളുകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, പ്രായമായ ആളുകൾ ചിന്തിക്കേണ്ടതും അതായത് തുടർന്നുള്ള തലമുറകൾ ചിന്തിക്കേണ്ടതും ചില നന്മകളെ കുറ്റിയേറ്റ് പോകാതെ കാത്തു സൂക്ഷിക്കാനും കണ്ടിന്യൂ ചെയ്യാനുമായിട്ടുള്ള ഒരു നിയോഗം, ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കും ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ മരണം എന്ന് പറയുന്നത്, വളരെ പ്രിയപ്പെട്ട തോമസ് ചേട്ടന്റെ മരണം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറെ നന്മയുടെ നല്ല പാഠങ്ങൾ പഠിപ്പിക്കുന്ന, ഒരു കുടുംബജീവിതത്തിന്റെ ഉത്തരവാദിത്വങ്ങളൊക്കെ എങ്ങനെ പൂർത്തിയാക്കിയാണ് സമാധാനത്തിൽ കടന്നു പോകേണ്ടത് എന്നൊക്കെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഈ ശവമഞ്ചത്തിൽ കിടന്ന തോമസ് ചേട്ടൻ നമ്മളോട് പറയുന്നത്, ഞാൻ കടന്നു പോയതുപോലെ, ഞാൻ സമാധാനത്തിലായിരുന്നതുപോലെ, ഞാൻ എൻ്റെ അവസാന നാളുകളിൽ ഈ മരണം എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തിന് വേണ്ടി എത്ര തീവ്രതയോടെ ഒരുങ്ങിയതുപോലെ നിങ്ങൾ ഓരോരുത്തരും ഒരുങ്ങാൻ വേണ്ടിയിട്ടും കൂടിയാണ്. അതുകൊണ്ട് ഈ മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഈ വക വിശുദ്ധ വിചാരങ്ങളെയൊക്കെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പൂർണ്ണമായി ആയിരിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തിരുക്കർമ്മത്തിലേക്ക് സന്തോഷപൂർവ്വം നമുക്ക് പ്രവേശിക്കാം.